നമസ്കാരം, എൻ്റെ പേര് ഷിജില. കടലുണ്ടിയാണ് വീട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ രണ്ടാമത്തെ മകൻ കൈലാഷ് എന്നാണ് പേര്. ഇവൻ 5-ാമത്തെ മാസം മുതൽ ഇൻഹീലർ ഉപയോഗിച്ച ഒരു കുട്ടിയാണ്. 5-ാമത്തെ മാസം മുതൽ ഒരു കുട്ടി ഇൻഹീലർ ഉപയോഗിക്കണമെങ്കിൽ ആ കുട്ടിക്ക് എത്ര കാലം മുന്നേ അത് തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതുള്ളൂ. അവൻ ജനിച്ച് 2-ാമത്തെ മാസം മുതൽ സ്ഥിരമായിട്ട് പനി, ജലദോഷം, ചുമ, ശ്വാസം മുട്ടൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യമൊക്കെ തുടക്കത്തിൽ 2 ആഴ്ച കൂടുമ്പോഴാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അത് ഓരോ ആഴ്ചയായി. ഈ സമയത്തൊക്കെ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവിടെ കൊണ്ടു ചെന്നാൽ സാൽബറ്റാമോൾ സിറപ്പ്, അതുപോലെ പാരസിറ്റാമോൾ സിറപ്പ്, കൂടാതെ സലൈന, മൂക്കിലെത്തിക്കാനുള്ള സലൈന, അതുപോലെ നെബുലൈസേഷൻ, ഈ 4 കാര്യങ്ങൾ ചെയ്ത് അവർ വീട്ടിലേക്ക് പറഞ്ഞേക്കും. ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നു. പിന്നെ ആദ്യമുള്ളത് ഒരാഴ്ചയുള്ളത് പിന്നീട് 2 ദിവസങ്ങൾ ഇടവിട്ടായി. പിന്നീട് നിരന്തരമായിട്ട് എല്ലാ ദിവസവും രാത്രി 11 മണി കുട്ടിയൊന്ന് ഉറങ്ങി ഒരു ഉറക്ക് കഴിയുന്നതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ ചുമ തുടങ്ങി. പിന്നെ ശ്വാസം മുട്ടലിലേക്ക് മാറുകയാണ് ചെയ്യുക. പിന്നീട് ഞങ്ങളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാണിച്ചു. അവിടെ ചെന്നാലും നിരന്തരമായിട്ട് കൊണ്ടു ചെല്ലുമ്പോൾ അവർ ചെയ്യുന്നത് ഇതേപോലെ തന്നെ നെബുലൈസേഷൻ ചെയ്യും. അരമണിക്കൂർ ഇടവിട്ട് ഡോക്ടർ പരിശോധിക്കും, പിന്നെയും നെബുലൈസേഷൻ ചെയ്യും. അങ്ങനെ ഒരു 4 പ്രാവശ്യമൊക്കെ ചെയ്ത് രാവിലെ ആകുമ്പോൾ ക്ലിയർ ആവും. ഞങ്ങൾ തിരിച്ചു പോരും. പിറ്റേന്നും വൈകുന്നേരം ആകുമ്പോഴും രാത്രിയാകുമ്പോൾ ഇതേ ഒരു അനുഭവം തന്നെ. അങ്ങനെ നിരന്തരമായിട്ട് വന്നു തുടങ്ങിയപ്പോൾ അവിടുത്തെ ടെസ്റ്റുകളൊക്കെ നടത്തി അവസാനം ആസ്മയാണെന്ന് സ്ഥിരീകരിച്ചു. അങ്ങനെ അവിടെ നിന്ന് നമുക്ക് 2 ഇൻഹീലർ, ബോഡിക്കോട്ട്, അസ്താലിൻ എന്ന് പറഞ്ഞ 2 ഇൻഹീലർ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും 2 പഫ് വീതം 3 നേരം അടിക്കാനാണ് പറഞ്ഞത്. ഇൻഹീലർ നേരിട്ട് അടിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അത് കണക്ട് ചെയ്യാൻ ഒരു പൈപ്പും കൂടെ ഉണ്ടായിരുന്നു. അത് നമ്മൾ ക്യാഷ് എടുത്ത് വാങ്ങണം. അപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ട് 2 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് പൂർണ്ണമായിട്ട് മാറുമെന്നാണ് അന്ന് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായി നമ്മളിത് നിരന്തരമായിട്ട് ഉപയോഗിച്ചിട്ട് എൻ്റെ കുട്ടിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും കുട്ടിയുടെ ശരീരത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും. അവൻ്റെ നെഞ്ഞിന് താഴെയായി ഈ ഒരു കുഴി, ഇവിടെയുമായിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു കുഴി ഉണ്ടാവുകയും വയറ് പൊന്തുന്ന ഒരവസ്ഥയിലേക്ക് മാറി. ഇപ്പം അത് കുഴിയൊക്കെ കുറേ മാറിയിട്ടുണ്ട്. ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പുറത്തേക്ക് ഇറങ്ങി പോകാനോ കളിക്കാനോ ഒന്നും കഴിയില്ല. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഏകദേശം 2 വയസ്സ് എന്ന് പറഞ്ഞത് 2.25 വയസ്സായിട്ടും ഈ ഒരു അവസ്ഥ ഇതേപോലെ തന്നെ നിൽക്കുകയായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ടെസ്റ്റ് നടത്തിയപ്പോൾ അവർ പറഞ്ഞത് ഈ ഒരു അസുഖം ഒന്നെങ്കിൽ മരണം വരെ അല്ലെങ്കിൽ 12 വയസ്സ് വരെ കുട്ടി ഇൻഹീലർ ഉപയോഗിക്കണമെന്നായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ